കുറ്റവാളി ചെന്താമര ആജീവനാന്തം അഴിക്കുള്ളിൽ കഴിയും. നെന്മാറ പോത്തുണ്ടിയിലെ സജിത വധക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. 3.25 ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചു. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി പരാമർശിച്ചു. കോടതി മുറിയിൽ ഒരു കൂസലുമില്ലാതെയാണ് ചെന്താമര വിധി പ്രസ്താവം കേട്ടത്. ചെന്താമരയ്ക്ക് കിട്ടിയ ശിക്ഷയിൽ തൃപ്തരെന്ന സജിതയുടെ മക്കൾ. പരോൾ നൽകരുതെന്നും ചെന്താമരയെ ഒരിക്കലും പുറത്തുവിടരുതെന്നും കോടതിയോട് നന്ദി പറയുന്നുവെന്നും മക്കൾ ആവശ്യപ്പെട്ടു. എൻ്റെ പത്രക്കാരാണ് ദേശാഭിമാനി. നെന്മാറയിലെ സജിത വധക്കേസിൽ ചെന്താമരയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഇരട്ട ജീവപര്യന്തമാണ് ചെന്താമരയ്ക്ക് കോടതി വിധിച്ചിരിക്കുന്നത്. ഇന്ന് കോടതി വിധി പ്രസ്താവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ചെന്താമരയ്ക്ക് യാതൊരു വിധത്തിലുള്ള മാനസികാസ്വസ്ഥതയുമില്ല. അയാൾ മാനസികമായി നല്ല ദൃഢതയുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനായി കഴിയില്ല. മാത്രമല്ല, പ്രതിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നൽകിയാൽ മാനസാന്തരം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അത് പൂർണ്ണമായും കോടതി തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു ഈ വിധി പ്രസ്താവിച്ചത്. അതിക്രൂരമായി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത്. കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ചെന്താമര ഈ കൊലപാതകം നടത്തുന്നതിന് വേണ്ടി ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയത് എന്നുള്ളതും അങ്ങനെ കൃത്യമായ ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. 2 വകുപ്പുകളിലാണ് പ്രധാനമായും ചെന്താമരയ്ക്ക് ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. കോടതി ഡബിൾ ലൈഫ് കൊടുത്തിട്ടുണ്ട്. 2 വകുപ്പിലായിട്ട് 449 ലൈഫ് കൊടുത്തു, 302 ലൈഫ് കൊടുത്തു, 201 5 ഇയേഴ്സും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഈ കേസ് സംബന്ധിച്ചോളം. ചെറിയ ഈ മൈന്യൂട്ട് എവിഡൻസ് കൂടി ഞങ്ങൾ ഒരു സയന്റിഫിക് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് അത് നമുക്ക് കോടതിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. FSLക്ക് എത്തിച്ചു. എല്ലാം വിറ്റ്നസ് വളരെ കൃത്യമായിട്ട് മോഡി നമുക്ക് പറഞ്ഞിട്ട് ഈ കേസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചെന്താമര കൊലപ്പെടുത്തിയ സജിതയുടെ മക്കൾക്ക് നഷ്ടപരിഹാര തുകയായി ഈ ചെന്താമര നൽകുന്ന പിഴത്തുക നൽകണം. 3.25 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ ഈ കുടുംബത്തിന് നൽകാനായി കോടതി വിധിച്ചിരിക്കുന്നത്. ചെന്താമര ഈ പണം നൽകിയില്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റി ഇയാളുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വത്തുവകകൾ ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുത്ത് ആ തുക ഈടാക്കിക്കൊണ്ട് ഈ കുടുംബത്തിന് നൽകണം എന്നുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഈ ഒരു വിധിയിൽ പ്രോസിക്യൂഷൻ സംതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇനിയും ഒരു ഇരട്ട കൊലപാതക കേസിൽ ചെന്താമരയ്ക്ക് ഈ ശിക്ഷ ലഭിക്കേണ്ടതുണ്ട്. അതിൻ്റെ ട്രയൽ കോടതിയിൽ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് കോടതിയുടെ നിർണായകമായ ഈ വിധി വന്നിരിക്കുന്നത്. സജിതയുടെ മക്കളായ അതുല്യയ്ക്കും അഖിലയും സംബന്ധിച്ചിടത്തോളം ഈ വിധി വളരെയധികം ആശ്വാസം പകരുന്ന ഒന്നാണ്. കാരണം ഇരട്ട ജീവപര്യന്തമാണ് ചെന്താമരയ്ക്ക് ലഭിച്ചത്. ചെന്താമര എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി സ്വപ്നങ്ങളിൽ ഒന്നാണ് ചെന്താമര. കാരണം തങ്ങളുടെ അമ്മയെ കൊലപ്പെടുത്തി, അച്ഛനെ കൊലപ്പെടുത്തി, മുത്തശ്ശനെ കൊലപ്പെടുത്തി, മാത്രമല്ല തങ്ങളെ ചേർന്ന് നിൽക്കുന്നവരെ നിരന്തരം ഭീഷണിപ്പെടുത്തിയ ഒരാൾക്കാണ് ഇരട്ട ജീവപര്യന്തം ലഭിച്ചത്. സജിത വധക്കേസിൽ അവർ പലപ്പോഴും തൂക്കുകയറാണ് ആവശ്യപ്പെട്ടതെങ്കിൽ കൂടി ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഈ കേസിൽ അവർക്ക് ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ലഭിക്കുന്നു. അതേസമയം ഇനി മറ്റ് കേസുകൾ, അതായത് സജിതയുടെ ഭർത്താവിൻ്റെ അമ്മയും കൊലപ്പെടുത്തിയ ഇരട്ട കൊലപാതകം കേസ് ഇനി കോടതി പരിഗണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കേസിലൊക്കെ കൂടുതൽ ഉയർന്ന ശിക്ഷ പ്രതിക്ക് ലഭിക്കുമെന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കേസിൽ ഭയങ്കര തൃപ്തിയാണ്. കോടതിയിലേക്കായാലും ഒരുപാട് നന്ദി ഉണ്ട്. ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഭയങ്കര നന്ദി. അതേസമയം തന്നെ സജിതയുടെ മക്കൾ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. അവർക്ക് സർക്കാർ ജോലി അടക്കമുള്ള സഹായങ്ങൾ ചെയ്തു നൽകണമെന്ന് സജിതയുടെ ബന്ധുക്കളും പറഞ്ഞു. എൻ്റെ മക്കൾക്ക് അമ്മയില്ല അച്ഛനും ഇല്ലാണ്ടാക്കിയതാണ്, അഡ്രസ്സ് ഇല്ലാണ്ടാക്കിയതാണ്. ഇനി സർക്കാർ എന്തെങ്കിലും ഒരു ജോലി മക്കൾക്ക് കിട്ടണം എന്നുള്ളത് ഞാൻ അപേക്ഷിക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ പ്രതിഭാഗം കോടതിയെ സമീപിക്കുന്നുണ്ട്, ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. അതേസമയം തന്നെ സജിതയുടെ ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിക്കുന്നില്ല.